ക്ലാസിഫിക്കേഷൻ. വർമ്മ ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വന്ന ആധാര വകൈപ്പാട്. ആധാര വകൈപ്പാട്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ആധാരസ്. അപ്പം അങ്ങനെ വരുമ്പോൾ മൂലാധാരത്ത് 3 വർമ്മം, സ്വാധിഷ്ഠാനത്തിന് 7 വർമ്മം, മണിപൂരകത്തിൽ 10 വർമ്മം, അനാഹതത്ത് 41 വർമ്മം, വിശുദ്ധിയിൽ 15 വർമ്മം, ആജ്ഞയിൽ 32 വർമ്മം. അപ്പോൾ ഈ ചക്ര ആക്ടിവേഷൻ നിങ്ങൾ ചെയ്തല്ലോ, ചക്ര ആക്ടിവേഷൻ. അപ്പോൾ ചക്ര ആക്ടിവേഷൻ ചെയ്താൽ ഈ വർമ്മങ്ങളൊക്കെ ഇളകി പോകുമല്ലോ. സോ വർമ്മം പഠിക്കുന്നവർക്ക് ഫസ്റ്റ് ലെസൺ വന്ന് ചക്ര ആക്ടിവേഷൻ തന്നെ. കാരണം വെച്ചാൽ എന്നാൽ അവരുടെ ദേഹത്തിൽ ബാലവർമ്മങ്ങൾ ഇരുന്നെങ്കിൽ ഇളയും. ബാലവർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തട്ടുമുട്ടപ്പെടുന്നത്, ഒരു 10-15 അവർക്ക് അറിഞ്ഞൂടല്ലോ ഇത് വർമ്മമാണെന്ന്. അപ്പോൾ അത് ദേഹത്തിൽ പതിഞ്ഞിരിക്കും. ചില വർമ്മങ്ങൾ 15 കൊല്ലം കഴിഞ്ഞ് പുറത്തു വരും, ചില വർമ്മങ്ങൾ 25 കൊല്ലം കഴിഞ്ഞ് പുറത്തു വരും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് ഈ ചക്ര ആക്ടിവേഷൻ ഇടയ്ക്ക് ചെയ്താൽ അത് ഇളകിപ്പോവും. മനസ്സിലായോ? അതുകൊണ്ട് ഇത് ആധാര ക്ലാസിഫിക്കേഷൻ. അത് ഞങ്ങൾക്ക് അടുത്തത് വന്ന് എന്താണെന്ന് വെച്ചാൽ മുക്കുറ്റ വകൈപ്പാട്. മുക്കുറ്റ വകൈപ്പാട് വാദം, പിത്തം, കഫം. വാദപിത്ത ഇത് വാദപിത്ത കഫത്തിലെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ വാദത്തിൽ 64 വർമ്മങ്ങൾ. വാദ ക്ലാസിഫിക്കേഷൻ. വാദ ക്ലാസിഫിക്കേഷനിൽ വാദം എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം വഴിയായിട്ട് വരുന്ന ഇത് 64 ക്ലാസിഫിക്കേഷൻ. അടുത്ത പിത്തം വന്ന് 26, അത് കഫം വന്ന് 6. ഈ കഫവർമ്മമാണ് ഡേഞ്ചറായിട്ടുള്ള വർമ്മം. വാദവർമ്മം പിടിച്ചാൽ അത് വന്ന് നെർവസ് സിസ്റ്റത്തിൽ അറ്റാക്ക് ആകും. അത് നിങ്ങൾ കാലക്രമേണ ശരിയാക്കിക്കൊള്ളാം. നിങ്ങൾക്ക് അത് ഒരു ലിമിറ്റഡ് ടൈമില്ല, നിങ്ങളുടെ സൗകര്യത്തിന് ഒന്ന് ചെയ്തോളാം, ഒന്നും പ്രശ്നമില്ല. പിത്തം എന്ന് പറഞ്ഞാൽ ഒന്ന് മെൻ്റൽ ഡിസോർഡർ ഉണ്ടാക്കും. അതിന് നിങ്ങൾ ഒന്ന് സൗകര്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തോളാം. ലോങ് ട്രീറ്റ്മെൻറ്റ്, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് വേണ്ട. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലത്. എടുത്തില്ലെങ്കിലും നിങ്ങൾ പേടിക്കാവുന്നതല്ല. യു ഹാവ് ഓൺ ടൈം ഫോർ ട്രീറ്റ്മെൻറ്റ്. കഫവർമ്മം അങ്ങനെയല്ല, കഫവർമ്മമാണ്. അത് ചിലപ്പോൾ ലൈഫ് പിരിഞ്ഞു പോകും. അപ്പോൾ അതാണ് ഡേഞ്ചറസ്. അത് നല്ല ശ്രദ്ധിച്ച് അത് ചെയ്യണം. അതാണ് അതിൻ്റെ ഇത്. പിന്നെ ഇത് വാദത്വന്തവർമ്മം 4, പിത്തത്വന്തവർമ്മം 4, കഫത്വന്തവർമ്മം 4. ഇങ്ങനെ ഏതാണ് 12 പടുവർമ്മമായിട്ട് വരുന്നത്. 12 പടുവർമ്മമായിട്ട് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഉൾവർമ്മം 6. ഉൾവർമ്മം 6 എന്ന് പറഞ്ഞാൽ ഇത് ലേഡീസിന് ഗർഭകാലത്ത് ഏർപ്പെടുന്ന വർമ്മങ്ങൾ. കുട്ടികളെ ഒന്ന് വയറ്റിലിടന്ന് അവിടെ ചവിട്ടുന്ന ഇടിക്കുന്നത്, ഇതുകൊണ്ട് അവർക്ക് വർമ്മം. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞ ശേഷം അവർക്ക് പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇല്ലെങ്കിൽ ഈ വർമ്മങ്ങൾ പതിഞ്ഞ് അവരുടെ ആരോഗ്യങ്ങൾ ഡാമേജ് ആവും. ഇതൊക്കെ പഴയ കാലത്ത് വളരെ കെയർഫുള്ളായിരുന്നു. പേറ്റ് മരുന്ന് ബിഫോർ, അതായത് പ്രീ നാട്ടൽ
പ്രീനാറ്റൽ കെയർ ആൻഡ് പോസ്റ്റ് നാറ്റൽ കെയർ എന്നുള്ളത് സിദ്ധവൈദ്യത്തിൽ സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ പോസ്റ്റ് നാറ്റൽ കെയർ ആരും ചെയ്യുന്നില്ല, ശരിക്കും ചെയ്യുന്നില്ല. അവരുടെ ദേഹത്തിൻ്റെ സ്റ്റെമിന തിരിച്ചു വരണമെങ്കിൽ അത് ചെയ്യണം. അതിൽ ഈ ഉൾവർമ്മങ്ങളാണ് അവർ ഗർഭകാലത്ത് പിടിക്കുന്നത്. അടുത്തത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തട്ടുവർമ്മ എന്ന് വെച്ചാൽ ഇത് ഫൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഫൈറ്റിങ്ങിൽ ഈ പോയിൻറ്റ്സൊക്കെ അറ്റാക്ക് ചെയ്താൽ അത് ഫൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് തട്ടുവർമ്മങ്ങൾ. ഇത് അങ്ങനെ വരുന്നത്. അടുത്തത് ഞങ്ങൾക്ക് വർമ്മ എന്താണെന്ന് വെച്ചാൽ ബോഡി നമ്മുടെ ദേഹത്തിലുള്ള അവയവങ്ങളിലുള്ള ക്ലാസിഫിക്കേഷൻ വെച്ച് പറയുമ്പം കഴുത്തിൻ്റെ മേലെ 37, കഴുത്തിൽ നിന്ന് മൂലാധാരം വരെ 34 മർമ്മങ്ങളുണ്ട്. അടുത്ത മുതുകിൽ, അതായത് ബാക്ക് സൈഡ് 16 വർമ്മം. കാലിൽ 11 വർമ്മം. കയ്യിൽ 10 വർമ്മം. അപ്പോൾ ഈ കാല് കൈ ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ, വർമ്മങ്ങളുടെ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ കാല് കയ്യിൽ ഇവിടെ വർമ്മങ്ങൾ ഇളക്കണമെങ്കിൽ ആധാർ ആക്ടിവേഷൻ വഴി ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അത് ദശവായു ആക്ടിവേഷനിൽ ചെയ്യണം. കാല് കയ്യിലുള്ള വർമ്മങ്ങൾ ഇളക്കണമെങ്കിൽ ദശവായു ആക്ടിവേഷൻ ചെയ്താൽ ശരിയാവും. അപ്പോൾ ഈ വർമ്മങ്ങൾ എവിടെയാണ് കൊള്ളുന്നത്, വാട്ട് ആർ ദി വർമ്മ പോയിൻറ്റ്സ് അങ്ങനെയെന്ന് പറഞ്ഞാൽ 96 നാഡീചാനലും നെർവസ് സിസ്റ്റത്തിൽ അത് കണക്റ്റ് ആയിരിക്കാം. നെർവസ് സിസ്റ്റത്തിൽ കണക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിൽ കണക്റ്റ് ആവുന്ന ആ ജംഗ്ഷനിലാണ് ഈ വർമ്മ സ്പാട്ടൊക്കെ ഉള്ളത്. വർമ്മ സ്പാട്ടൊക്കെ ഉള്ളത് അതിലാണ്. അതായത് എവിടെ 108 സ്ഥലങ്ങളിൽ ഈ ആസ്ട്രൽ കറണ്ട്, ഈ നാഡീ ചാനലിൽ ഓടുന്ന ആസ്ട്രൽ കറണ്ട് നെർവസ് സിസ്റ്റത്തോടെ കണക്റ്റ് ആവുന്ന 108 പോയിൻറ്റുകൾ. ആ പോയിൻറ്റുകളാണ് മർമ്മം എന്ന് പറയുന്നത്. അവിടെ തട്ടുപെട്ടാലോ ഇടിപെട്ടാലോ അവിടുന്ന് ആ ഏരിയയെ ചുറ്റിയുള്ള മസിൽസ്, എല്ലാ സപ്തധാതുക്കളും ഇതാവും, സ്തംഭനമാവും. അതാണ് വർമ്മം. അപ്പോൾ അതിനെ ശരിയായി വിട്ടാൽ തിരുപ്പി അത് ഓടും. അത് അങ്ങനെയുള്ള ഒരു ഇതാണ്. അത് നമ്മൾ ഗവനിക്കണം. അപ്പോൾ ആസ്ട്രൽ കറണ്ട് ആൻഡ് ബയോ കറണ്ട് കണക്റ്റിംഗ് ജംഗ്ഷനിലാണ് വർമ്മങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, ലൊക്കേഷൻ ഓഫ് ദി വർമ്മ. ഇതൊക്കെ ഇത് നിങ്ങൾ തറവ് ചെയ്ത് ചാർട്ടിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കി വയ്ക്കണം ഇതൊക്കെ. ഓക്കെ, ബാക്കി നാളെ അടുത്തത് നോക്കാം. ഓക്കെ.